ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യൻ ഉപദ്വീപുകളിൽ മുഹമ്മദ് നബിയാൽ സ്ഥാപിതമായ ഇസ്ലാം, ലോകത്തിലെ പ്രധാന മതങ്ങളിലൊന്നായ ഇസ്ലാമിന്റെ സ്ഥാപകനായ മുഹമ്മദ് നബിയുടെ ശരിയായ പിൻഗാമിയെക്കുറിച്ചുള്ള തർക്കത്തിൽ നിന്നും ഉയർന്നു വന്ന ഇസ്ലാമിലെ രണ്ട് വിഭാഗങ്ങൾ. അതെ, ഞാൻ സംസാരിക്കുന്നത് ആഗോളതലത്തിൽ 1.9 ബില്യണിലധികം വിശ്വാസികളുള്ള ഇസ്ലാമിലെ ഷിയ, സുന്നി എന്നീ വിഭാഗങ്ങളെ പറ്റി. മുസ്ലിം ലോകത്ത് എങ്ങനെയാണ് ഇത്തരമൊരു പിളർപ്പുണ്ടായത്? ഷിയ, സുന്നി എന്നീ വിഭാഗങ്ങൾ ഉണ്ടായതിൻ്റെ ചരിത്ര വസ്തുതകൾ എന്തെല്ലാമാണ്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഷിയ, സുന്നി എന്നീ ഇസ്ലാമിലെ വിഭാഗങ്ങളുടെ തുടക്കം തിരയുമ്പോൾ നാം ആദ്യം അറിയേണ്ട പേരാണ് അലി ഇബൻ അബി തലീബ് എന്നുള്ളത്. ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. മുഹമ്മദ് നബിയുടെ പിതൃ സഹോദരനായ അബൂ തലീബിന്റെ പുത്രനായി AD 600 മക്കയിലെ ഹാഷിം വംശത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അനാഥനായപ്പോൾ മുഹമ്മദ് നബിയെ എടുത്തു വളർത്തിയത് അലിയുടെ പിതാവായിരുന്നു. AD 610 മുഹമ്മദ് നബി തന്റെ പ്രവാചകത്വം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്ലാമിനെയും പ്രവാചകനെയും ആദ്യം അംഗീകരിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇസ്ലാമിന്റെ ആദ്യ നാളുകളിൽ മക്കയിൽ മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ അനുയായികളും അടിച്ചമർത്തപ്പെട്ടിരുന്നു. പ്രവാചകനെതിരെ ശക്തമായ ഗൂഢാലോചനകൾ മക്കയിൽ സജീവമായ നാളുകളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും മക്ക വിട്ടു പോകുവാൻ നിർബന്ധിതരായി. പ്രവാചകനെ വധിക്കുവാൻ ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിരിപ്പിൽ പകരം കിടന്ന് പ്രവാചകനെ മദീനയിലേക്ക് കുടിയേറുവാൻ സഹായിച്ചത് അലിയാണ്. അങ്ങനെ AD 622 പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ഹിജ്റ എന്നറിയപ്പെടുന്ന ഈ പലായനം ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി. ഇസ്ലാമിക് കലണ്ടറായ ഹിജ്റ വർഷ കലണ്ടർ ആരംഭിക്കുന്നതും ഈ പലായന നാൾ മുതലാണ്. മദീനയിൽ എത്തിയ ശേഷം നബിയുടെ മകൾ ഫാത്തിമ സഹറയെ അലി വിവാഹം കഴിച്ച് പ്രവാചകന്റെ ഏറ്റവും വിശ്വസ്തരായ കൂട്ടാളികളിൽ ഒരാളായി അദ്ദേഹം മാറി. അലിയുടെ സൈനിക മികവിനും യുദ്ധകളത്തിലെ ധൈര്യത്തിനുമായി അസദ് അള്ള, ദൈവത്തിന്റെ സിംഹം എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചു. AD 631 ആയപ്പോഴേക്കും ഇസ്ലാമിക സമൂഹം അഥവാ ഉമ്മ മക്കയിലും അറേബ്യൻ ഉപദ്വീപിലെ വലിയ പ്രദേശങ്ങളിലും നിയന്ത്രണം ഉറപ്പിച്ചു. അങ്ങനെ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക സമൂഹം ഒരു വലിയ ശക്തിയായി മാറി. എന്നാൽ പ്രായമേറി വന്ന മുഹമ്മദ് നബിയുടെ പിൻഗാമി ഇനി ആര്? ഈ ചോദ്യമായിരുന്നു ഇസ്ലാമിലെ പിളർപ്പിന്റെ അടിസ്ഥാനം. ഷിയ, സുന്നി എന്നീ ഇരു വിഭാഗങ്ങളും രണ്ട് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് ഇതിന് നൽകുന്നത്. പ്രവാചകന്റെ മദീനയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഏകദേശം 10 വർഷത്തിന് ശേഷം മുഹമ്മദ് നബി മക്കയിൽ ഹജ്ജ് ആചാരങ്ങൾ നിർവഹിച്ചു. ഈ ഹജ്ജ് ചടങ്ങ് വിടവാങ്ങൽ തീർത്ഥാടനം എന്നറിയപ്പെട്ടു. അങ്ങനെ പ്രവാചകൻ തന്റെ അവസാന തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ഗദീർഖും മരിപ്പച്ചയിൽ വിശ്വാസികളായ തന്റെ അനുയായികളുടെ മുന്നിൽ ഒരു പ്രഭാഷണം നടത്തി. അവിടെ ആ പ്രഭാഷണത്തിനിടയിൽ അലിയുടെ കൈപ്പിടിച്ചുയർത്തി പ്രവാചകൻ എന്നെ മൗലയായുള്ളവർക്കെല്ലാം അലിയും മൗല ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഷിയ ദൈവശാസ്ത്രമനുസരിച്ച് ഗദീർഖും മരിപ്പച്ചയിൽ വെച്ച് പ്രവാചകൻ അലിയെ മൗല എന്ന് വിളിച്ച് തന്റെ പിൻഗാമിയായി നിശ്ചയിച്ചു എന്നാണ് പറയുന്നത്. നിരവധി അർത്ഥങ്ങളുള്ള ഒരു അറബിക് പദമാണ് മൗല. അതിൽ ഒരർത്ഥമാണ് നേതാവ് അഥവാ യജമാനൻ എന്നുള്ളത്. എന്നാൽ സുന്നികൾ വിശ്വസിക്കുന്നത് ഗദീർഖും മരിപ്പച്ചയിൽ വെച്ച് പ്രവാചകൻ അലിയുമായുള്ള തന്റെ ദൃഢമായ ബന്ധത്തെ മാത്രമാണ് പ്രഖ്യാപിച്ചത് എന്നാണ്. മൗല എന്ന വാക്കിന് സുഹൃത്ത് എന്ന അർത്ഥം കൂടി ഉള്ളതിനാൽ ആ അർത്ഥത്തിലാണ് പ്രവാചകൻ അലിയെ മൗല എന്ന് വിശേഷണം ചെയ്തത് എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരം മുഹമ്മദ് നബിക്ക് ദൈവത്തിൽ നിന്ന് ജിബ്രീൽ എന്ന മാലാഖ മുഖാന്തരം വെളിപാടായി ലഭിച്ച വചനങ്ങൾ ഖുർആൻ എന്നും മുഹമ്മദ് നബി ഉപദേശമായും തീർപ്പായും മറ്റും പറഞ്ഞിട്ടുള്ള പ്രവാചക വചനങ്ങൾ ഹദീസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഹദീസ് പ്രകാരം മുഹമ്മദ് നബിയുടെ മരണത്തിന് മുൻപുള്ള ദിവസങ്ങളിലെ ഒരു വ്യാഴാഴ്ച അദ്ദേഹം ഒരു തോലും പേനയും ആവശ്യപ്പെട്ടു. തന്റെ മരണത്തിന് ശേഷം ഉമ്മ അഥവാ തന്റെ ജനവിഭാഗം വഴിതെറ്റിപ്പോകാതെ ഇരിക്കാനായി വേണ്ട നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹങ്ങളും എഴുതി വെക്കാനായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളിൽ ഒരാളായിരുന്ന ഉമർ, നബിക്ക് ഗുരുതരമായ അസുഖമുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞങ്ങളുടെ പക്കലുണ്ട്, അത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഇത് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ആ മുറിയിൽ വലിയൊരു തർക്കത്തിന് കാരണമായി. അസന്തുഷ്ടനായ പ്രവാചകൻ എല്ലാവരോടും മുറിക്ക് പുറത്തു പോകുവാൻ ആവശ്യപ്പെട്ടു. എന്താണ് പ്രവാചകൻ എഴുതുവാൻ ആഗ്രഹിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല.
പേനയുടെയും തോലിന്റെയും ഹദീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇസ്ലാമിക് ചരിത്രത്തിൽ പിന്നീടുണ്ടായ പല വഴക്കുകളുടെയും പ്രതിസന്ധികളുടെയും കാരണം ഈ സംഭവമായിരുന്നു എന്നതുകൊണ്ട് വ്യാഴാഴ്ച ദുരന്തം അഥവാ രസിയത്തുൽ ഖമീസ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. സുന്നി, ഷിയ എന്നീ ഇരു വിഭാഗങ്ങളും പേനയുടെയും തോലിന്റെയും ഹദീസ് അംഗീകരിക്കുന്നുവെങ്കിലും അതിനെ ഇരുവരും വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. അലിയെ തന്റെ പിൻഗാമിയായി നിയോഗിക്കാനായിരുന്നു പേനയും തോലും ആവശ്യപ്പെട്ടത് എന്നാണ് ഷിയ വിഭാഗത്തിന്റെ വ്യാഖ്യാനം. എന്നാൽ പ്രവാചകൻ തന്റെ പിൻഗാമിയെ നിയോഗിച്ചിട്ടില്ല എന്നും ഇസ്ലാമിക സമൂഹം അത് തീരുമാനിക്കുവാനായി പ്രവാചകൻ ആ തീരുമാനം അവർക്ക് വിട്ടുകൊടുത്തു എന്നുമാണ് സുന്നി വിഭാഗത്തിന്റെ വ്യാഖ്യാനം. AD 632 മുഹമ്മദ് നബിയുടെ മരണത്തെ തുടർന്ന് തങ്ങളുടെ പുതിയ നേതാവിനെ കുറിച്ച് ഉമ്മയ്ക്ക് സമവായമുണ്ടായിരുന്നില്ല. നബിയുടെ ശവസംസ്കാരത്തിന്റെ ക്രമീകരണങ്ങൾ അലി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രവാചകന്റെ പിൻഗാമിയെ തങ്ങളുടെ പുതിയ നേതാവിനെ തീരുമാനിക്കുവാനുള്ള യോഗം മദീനയിൽ നടക്കുകയായിരുന്നു. അലിയും പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടാളികളായ അബൂബക്കർ, ഉമർ എന്നിവരും മദീനയിലെ ആ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. അവരെ കൂടാതെ ആലോചനകൾ നടന്നു. അബൂബക്കറും ഉമറും യോഗത്തിലേക്ക് വേഗം തന്നെ ഓടിയെത്തി. അലിയുടെ അഭാവത്തിൽ യോഗത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നബിയുടെ ബീവിയായ ഐഷയുടെ പിതാവായിരുന്നു അബൂബക്കർ. ആരംഭത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചയാളും ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഏറെ പ്രയത്നിച്ച ആളുമായിരുന്നു അബൂബക്കർ. പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഉമർ. പ്രവാചകന്റെ മറ്റൊരു ബീവിയായ ഹഫ്സയുടെ പിതാവായിരുന്നു ഉമർ. പ്രവാചകന് തീക്ഷ്ണമായ സംരക്ഷണം നൽകിയ വ്യക്തി എന്ന നിലയിലും നീതിമാനും ജ്ഞാനിയുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഉമർ. അങ്ങനെ ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ അബൂബക്കറിനെ മുസ്ലിം ഉമ്മയുടെ ഭരണാധികാരിയും പ്രവാചകന്റെ പിൻഗാമിയുമായ ഖലീഫയായി തിരഞ്ഞെടുക്കുവാൻ യോഗത്തിൽ കൂടിയിരിക്കുന്നവരെ ഉമർ പ്രേരിപ്പിക്കുന്നു. എന്നാൽ അലിയുടെ അസാന്നിധ്യത്തിൽ നബിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുത്ത ആ തീരുമാനം അംഗീകരിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് അലിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അവിടേക്ക് കടന്നു വന്നു. അബൂബക്കറിന് വിധേയത്വം പ്രഖ്യാപിക്കുവാൻ അലിയുടെ കൂട്ടാളികളെ ഉമർ നിർബന്ധിക്കുന്നു. അലിയുടെ വീട്ടിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാനും ഉമർ ശ്രമിക്കുന്നു. തുടർന്നുണ്ടായ സംഭവങ്ങളാണ് എല്ലാ തർക്കങ്ങൾക്കും വഴിതെളിച്ചത്. അലിയെ സമാധാനപരമായി അനുനയിപ്പിച്ച് അബൂബക്കറിന്റെ ഖിലാഫത്ത് അംഗീകരിപ്പിക്കുവാൻ ഉമറിന് കഴിഞ്ഞു എന്നാണ് സുന്നി വിഭാഗം വിശ്വസിക്കുന്നത്. എന്നാൽ അനുനയിപ്പിക്കുവാനായി അലിയുടെ വീട്ടിലെത്തിയ ഉമർ അലിയുടെ വീടിന്റെ വാതിൽ ശക്തമായി അടിച്ചു തകർത്ത് അകത്തേക്ക് കയറിയെന്നും ആ ബലപ്രയോഗത്തിൽ അലിയുടെ ബീവി ഫാത്തിമ സാറയുടെ വാരിയലുകൾ ഒടിഞ്ഞ് ഗർഭസ്ഥ ശിശുവിനെ അവർക്ക് നഷ്ടമായി എന്നും ഒടുവിൽ അലിയെ കയറുകൊണ്ട് ബന്ധിച്ച് ബലം പ്രയോഗിച്ച് അബൂബക്കറിന്റെ ഖിലാഫത്ത് അംഗീകരിപ്പിച്ചു എന്നുമാണ് ഷിയ വിഭാഗം വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിർണയിക്കുവാൻ തക്ക തെളിവുകൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഒടുവിൽ അലി അബൂബക്കറിനെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഉമറിനെയും ഖലീഫമാരായി അംഗീകരിച്ച് തന്റെ പൊതുജീവിതത്തിൽ നിന്നും വിരമിച്ചു എന്നാണ് പറയുന്നത്. എങ്കിലും രാജ്യകാര്യങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തോട് കൂടിയാലോചന നടത്തിയിരുന്നു. ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുത്തത് അലി സ്വീകരിക്കുകയും തന്റെ പെൺമക്കളിൽ ഒരാളായ ഉമ്മു കുൽത്തുബിനെ ഉമറിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. AD 644 ഉമറിന്റെ മരണശേഷം പുതിയ പിൻഗാമിയായി വീണ്ടും അലി പരിഗണിക്കപ്പെട്ടു. എന്നാൽ ഒടുവിൽ പ്രവാചകന്റെ മറ്റൊരു കൂട്ടാളി ബനു ഉമയ്യ വംശത്തിലെ ഉസ്മാൻ ബിൻ അഫൻ പുതിയ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അലി പുതിയ ഖലീഫയെ അംഗീകരിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഖിലാഫത്തിനോടുള്ള അതൃപ്തി അവിടെ വളർന്നു. ഉസ്മാൻ ബിൻ അഫൻ സ്വജനപക്ഷപാതം കാണിക്കുന്നുവെന്ന് പലരും അവകാശപ്പെട്ടു. ഗോത്ര വൈരികളോടുള്ള മൃദു സമീപനം അദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പുകൾ ഉണ്ടാവാൻ കാരണമായി. വിമതർ ഉസ്മാനെതിരെ അലിയെ ഒരു ബദലായി നിർത്തി പിന്തുണ വാഗ്ദാനം ചെയ്തു. എന്നാൽ അലി അത് നിഷേധിക്കുകയും തന്റെ മക്കളായ ഹസനെയും ഹുസൈനെയും ഉസ്മാന്റെ വീട് സംരക്ഷിക്കുന്നതിനായി അയക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും സംരക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഈജിപ്തിൽ നിന്നുമുള്ള വിമതർ AD 656 ഉസ്മാനെ വധിച്ചു. ഒടുവിൽ ഖലീഫയാകാനുള്ള അലിയുടെ ഊഴം വന്നു. റാഷിദിയ ഖിലാഫത്ത് എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ 4 ഖലീഫമാരുടെ ഭരണകാലത്തെ വിളിക്കുന്നത്. റാഷിദിയ ഖിലാഫത്തിലെ 4ാമത്തെയും അവസാനത്തെയും ഖലീഫയായി അലി മാറി. എന്നാൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് എളുപ്പമായിരുന്നില്ല. വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹം ഖലീഫയായത്. നബിയുടെ ബീവി ആയിഷയും സിറിയൻ ഗവർണർ മുആവിയ ഉൾപ്പെടെ ബനു ഉമയ്യ വംശത്തിലെ ഉസ്മാന്റെ ബന്ധുക്കൾ ഉസ്മാന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവരെ ശിക്ഷിക്കുവാൻ അലിയോട് ആവശ്യപ്പെട്ടു. രാജ്യത്തെ സ്ഥിതിഗതികൾ നേരെയാക്കിയതിനു ശേഷം മതിയെന്നായിരുന്നു അലിയുടെ വാദം. താമസിയാതെ ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യത്തെ ആഭ്യന്തര യുദ്ധമായ ഒന്നാം ഫിത്ന എന്നറിയപ്പെടുന്ന ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു.
അലിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ആയിഷയും തൽഹയും സുബൈറും അലിക്കെതിരെ കലാപം നടത്തി. ആയിഷയുടെ കീഴിൽ ഒരു വൻ സൈന്യവുമായി അവർ ബസ്രയിലേക്ക് പുറപ്പെട്ടു. അലിയുടെ സൈന്യവുമായി സന്ധിച്ച അവർ ചർച്ചയ്ക്ക് ശേഷം യുദ്ധമൊഴിവാക്കി തിരിച്ചു പോകുവാനുള്ള ധാരണയിലെത്തി. എന്നാൽ അന്ന് രാത്രിയിൽ ചില ഗൂഢാലോചനക്കാർ ഇരു വിഭാഗങ്ങളുടെയും പാളയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. മറുവിഭാഗം സന്ധി ലംഘിച്ചു എന്ന ധാരണയിൽ പിറ്റേന്ന് ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. ആയിഷ ഒരു ഒട്ടകപ്പുറത്തിരുന്ന് യുദ്ധം നയിച്ചതിനാലാണ് ഇതിന് ജമൽ യുദ്ധമെന്ന് പേര് വന്നത്. അങ്ങനെ നാലാം ഖലീഫ അലിയുടെ സൈന്യവും നബിയുടെ ബീവി ആയിഷയുടെ കീഴിലുള്ള സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. AD 656 ഡിസംബറിൽ ജമൽ യുദ്ധത്തിൽ വെച്ച് അലിയുടെ സൈന്യം വിമതരെ തോൽപ്പിച്ചു. എല്ലാവരെയും അലി മോചിപ്പിക്കുകയും തിരികെ മദീനയിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ഇസ്ലാമിക് സാമ്രാജ്യത്തിലെ സിറിയൻ ഗവർണർ മുആവിയ അലിയെ ഖലീഫയായി അംഗീകരിക്കുവാൻ എന്നിട്ടും തയ്യാറായില്ല. ഉസ്മാന്റെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതെ ഇരിക്കാനായി അലി ഗവർണർമാരുടെ അധികാരങ്ങൾ ചുരുക്കുകയും അത് ഖലീഫയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇത് ഖലീഫ അലിയും ഗവർണർ മുആവിയയും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്നു. ഇത് കലാശിക്കുന്നത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നടന്ന സിഫിൻ യുദ്ധത്തിലാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇതിനെ നയിക്കുവാൻ ഇരു വിഭാഗങ്ങളും തയ്യാറായിരുന്നില്ല. എന്നാൽ 3 മാസത്തെ ചെറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ വലിയ യുദ്ധം തുടങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ മുആവിയ പക്ഷം തങ്ങളുടെ വാളുകളിൽ ഖുറാൻ ഏന്തിക്കൊണ്ട് ഈ പോരാട്ടങ്ങൾക്ക് വിരാമം ഇടുവാനായി കടന്നു ചെന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഖുറാൻ ഏന്തിയവർക്ക് നേരെ യുദ്ധം ചെയ്യാനാവാത്തത് കൊണ്ട് അലിയുടെ സൈന്യവും പോരാട്ടങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു. ഇരു വിഭാഗങ്ങളും സന്ധി ചർച്ചയ്ക്ക് തയ്യാറായി. അങ്ങനെ മുആവിയയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ അലി നിർബന്ധിതനാവുകയും ചെയ്തു. അലിയുടെ അനുയായികളിൽ ഒരു വിഭാഗത്തിന് ഇതിൽ കടുത്ത അസംതൃപ്തി തോന്നുകയും അവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അലിയുടെ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞു പോയതിനാൽ പിരിഞ്ഞു പോവുക എന്നർത്ഥമുള്ള അറബി പദം ഖാരിജയിൽ നിന്നും ഖവാരിജികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. എന്നിരുന്നാലും സന്ധി സംഭാഷണം മുൻപോട്ട് പോവുകയും അലിയും മുആവിയയും ഖലീഫ സ്ഥാനത്തെക്കുറിച്ചുള്ള അവരുടെ അവകാശവാദങ്ങൾ ഉപേക്ഷിക്കാമെന്നും അവരുടെ അടുത്ത നേതാവിനായി തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങൾ വീണ്ടും വഷളാക്കിക്കൊണ്ട് മുആവിയ പക്ഷം അദ്ദേഹത്തെ AD 660 ദമാസ്കസിൽ വെച്ച് ഖലീഫയായി പ്രഖ്യാപിക്കുന്നു. മുആവിയ പക്ഷത്തുനിന്നുണ്ടായ ഈ സന്ധിലംഘനം മൂലം സിഫിനിലുണ്ടാക്കിയ ഉടമ്പടി അലി വിഭാഗവും തള്ളിക്കളയുന്നു. അങ്ങനെ ഇസ്ലാമിക ലോകം വീണ്ടും പ്രതിസന്ധിയിലാകുന്നു. തൊട്ടടുത്ത വർഷം ഖൂഫയിൽ മസ്ജിദിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അലിയെ ഖരീജികൾ വധിക്കുന്നു. അലിയുടെ ഭരണകാലത്ത് തലസ്ഥാനമായി മാറിയ ഖൂഫയിൽ അലിയുടെ മകൻ ഹസൻ പുതിയ ഖലീഫയായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ മുആവിയയ്ക്ക് വളരെ ശക്തമായ ഒരു സൈന്യം ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുവാനായി ഹസൻ ഖലീഫ സ്ഥാനം ഒഴിഞ്ഞ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു. ഉടമ്പടി പ്രകാരം ഹസൻ മുആവിയെ ഖലീഫയായി സ്വീകരിക്കുന്നു. എന്നാൽ മുആവിയ ഇസ്ലാമുമായി പൂർണ്ണ പൊരുത്തത്തിൽ പ്രവർത്തിക്കണം. മുആവിയ ഒരു പിൻഗാമിയെ നിയമിക്കരുത്. ഒരു പുതിയ ഖലീഫയെ ഷൂറ എന്ന ഇലക്ട്രൽ കൗൺസിൽ തിരഞ്ഞെടുക്കണം. അലിയെ ശപിക്കുന്നതും അലിയുടെ കുടുംബത്തെയും പിന്തുണയ്ക്കുന്നവരെയും പീഡിപ്പിക്കുന്നതും മുആവിയ ഉപേക്ഷിക്കണം. എന്നാൽ മുആവിയ ആ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല. ഭരണത്തിന്റെ അവസാനത്തിൽ മുആവിയ തന്റെ മകൻ യാസിദിനെ പിൻഗാമിയായി നിയമിച്ചു. കൂടിയ ആലോചനയിലൂടെയോ തിരഞ്ഞെടുപ്പിലൂടെയോ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുത്തിരുന്ന ഇസ്ലാമിക ഖിലാഫത്ത് അങ്ങനെ രാജവാഴ്ചയിലേക്ക് മാറി. ഖിലാഫത്തിന്റെ പുതിയ തലസ്ഥാനമായ ദമാസ്കസിലേക്ക് ഷൂറയെ മുആവിയ വിളിച്ചു വരുത്തി. അനുനയത്തിലൂടെയും കൈക്കൂലിയിലൂടെയും യാസിദിന് പിന്തുണ ഉറപ്പാക്കി. ഈ കാര്യങ്ങൾ വിവിധ കോണുകളിൽ വലിയ എതിർപ്പുകൾക്ക് കാരണമായി. ഈ നീക്കങ്ങളെ എതിർത്തവർ അലിക്കും AD 670 മരിച്ച അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹസനും ശേഷം നേതൃസ്ഥാനം ഏറ്റെടുത്ത ഹുസൈനെ പിന്തുണയ്ക്കുവാൻ ആരംഭിച്ചു. അലിയുടെയും മുഹമ്മദ് നബിയുടെ ഇഷ്ടപുത്രി ഫാത്തിമയുടെ മകനായിരുന്നു ഹുസൈൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ എതിർപ്പുകൾക്കിടയിലും മക്കയുടെയും മദീനയുടെയും പിന്തുണ യാസിദിന് ഉറപ്പുവരുത്തുവാൻ മുആവിയയ്ക്ക് സാധിച്ചു. അലിയുടെ തലസ്ഥാനമായ കൂഫയായിരുന്നു എതിർശക്തിയുടെ ശക്തി കേന്ദ്രം. AD 680 മുആവിയ മരണപ്പെടുന്നു. മുആവിയയുടെ മരണശേഷം യാസിദ് പുതിയ ഖലീഫയുമാകുന്നു. പുതിയ ഖലീഫ ആയ ഉടൻ തന്നെ ഹുസൈൻ വിധേയത്വം പ്രഖ്യാപിക്കണമെന്ന് യാസിദ് ആവശ്യപ്പെട്ടു. യാസിദ് അയച്ച ദൂതന് ഹുസൈനെ അനുനയിപ്പിക്കാനായില്ല. ഹുസൈൻ പ്രവാചകന്റെ പൗത്രനായിരുന്നതിനാൽ അദ്ദേഹത്തെ കൊല്ലുവാനും അയാൾ ഭയപ്പെട്ടു. അതേസമയം കൂഫ നഗരത്തിലെ ആളുകൾ ഹുസൈന് കത്തുകൾ അയക്കുവാൻ തുടങ്ങി.
ഉമയ്യദ് ഖിലാഫത്ത് ഭരണത്തോടുള്ള അവരുടെ എതിർപ്പിനെ കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചു. യാസിദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി പകരം ഹുസൈനെ ഖലീഫയാക്കുവാനുള്ള ആഗ്രഹവും ഹുസൈനോടുള്ള അവരുടെ പിന്തുണയും അറിയിക്കുന്നു. ഹുസൈൻ തന്റെ ബന്ധുവായ മുസ്ലിം ഇബ്നു അഖ്വിൽ അൽ ഹാഷ്മിയെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും പിന്തുണ നേടുവാനുമായി കൂഫയിലേക്ക് അയച്ചു. തുടക്കത്തിൽ മുസ്ലിം ഇബ്നു അഖ്വിൽ അതിൽ വിജയിച്ചു. അദ്ദേഹം ഹുസൈനെ പുരോഗതി അറിയിച്ചു. എന്നാൽ ഈ വിവരങ്ങൾ അറിഞ്ഞ യാസിദ് നഗരത്തിലെ എതിർകക്ഷികളെ പരാജയപ്പെടുത്തുവാൻ കൂഫയിലെ ഗവർണറെ മാറ്റുന്നു. പുതിയ ഗവർണർ അതിൽ വിജയിക്കുകയും ചെയ്തു. തങ്ങൾക്കുള്ള പിന്തുണ കുറഞ്ഞു വരുന്നതോടെ മുസ്ലിം ഇബ്നു അഖ്വിൽ ഹുസൈൻ അവിടെ എത്തും മുൻപേ തന്നെ ഒരു കലാപം നടത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ മുസ്ലിം ഇബ്നു അഖ്വിൽ ആ കലാപത്തിൽ പരാജയപ്പെട്ടു. ഈ വിവരങ്ങൾ ഒന്നും അറിയാതിരുന്ന ഹുസൈൻ AD 680 സെപ്റ്റംബറിൽ ഏകദേശം 50 ആളുകളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി കൂഫയിലേക്ക് യാത്ര തുടങ്ങി. യാത്രാമധ്യേ കൂഫയിലെ കലാപത്തിൽ തങ്ങൾ പരാജയപ്പെട്ടുവെന്നും മുസ്ലിം ഇബ്നു അഖ്വിൽ മരണപ്പെട്ടുവെന്നും ഹുസൈന് വിവരം ലഭിച്ചു. യാസിദിനോട് ഏറ്റുമുട്ടാനുള്ള ശ്രമം ഇനി നിരർത്ഥകമാണെന്ന് തിരിച്ചറിഞ്ഞ ഹുസൈൻ തന്നോടൊപ്പം വന്നവരോട് തന്നെ വിട്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. അധികം താമസിയാതെ യാസിദിന്റെ സൈന്യം ഹുസൈന്റെ അടുക്കലെത്തി. കൂഫയിലെ ഗവർണറുടെ ഒരു ദൂതൻ ഒന്നുകിൽ ഹുസൈൻ തങ്ങളോടൊപ്പം വരികയോ അല്ലെങ്കിൽ തിരിച്ച് മദീനയൊഴികെ മറ്റ് എവിടേക്കെങ്കിലുമോ ഓടിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഹുസൈൻ അത് വിസമ്മതിക്കുകയും ആ ദൂതനോടും അയാളോടൊപ്പമുള്ള സൈന്യത്തോടുമൊപ്പം യാത്ര തുടരുകയും ചെയ്തു. ഒക്ടോബർ 2-ന് ഹുസൈൻ കർബലയിലെത്തി അവിടെ പാളയമിറങ്ങി. അടുത്ത ദിവസം ഹുസൈനെ നേരിടാൻ യാസിദ് 4000 ആളുകളെ അധികമായി അയച്ചു. ഹുസൈനും കൂട്ടരും യൂഫ്രട്ടീസ് നദിയിൽ പ്രവേശിക്കുന്നത് തടയുവാൻ ഉമയ്യദ് സൈന്യത്തിന് ഉത്തരവുണ്ടായിരുന്നു. ജലം ലഭിക്കാതെ അങ്ങനെ ഹുസൈനും കൂടെയുള്ളവരും അടിയറവ് പറയുമെന്നതായിരുന്നു ഉമയ്യദ് സൈന്യത്തിന്റെ ഉപായം. എന്നാൽ 3 ദിവസത്തിന് ശേഷം ഹുസൈന്റെ സംഘത്തിന് ജലം ശേഖരിക്കുവാൻ സാധിച്ചു. പ്രവാചകന്റെ പേരക്കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കിയ യാസിദിന്റെ ഉദ്യോഗസ്ഥർ യാസിദിനോടുള്ള കൂറ് പ്രതിജ്ഞ ചെയ്യുവാൻ ഒരാഴ്ചയിലേറെയായി ഹുസൈനെ പ്രേരിപ്പിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. യാസിദിന്റെ എല്ലാ വാഗ്ദാനങ്ങളും ഹുസൈൻ നിരസിച്ചു. അങ്ങനെ ഒക്ടോബർ 10-ന് ഉമയ്യദ് സൈന്യം ഹുസൈന്റെ പാളയത്തെ വളഞ്ഞു. ഹുസൈന്റെ കൂട്ടാളികൾ ധീരമായി പോരാടിയെങ്കിലും ഹുസൈനും കൂട്ടാളികളും കൊല്ലപ്പെട്ടു. ഇതിൽ ഹുസൈൻ ഉൾപ്പെടെ അലിയുടെ 7 മക്കളും ഹുസൈന്റെ 2 മക്കളും ഹുസൈന്റെ സഹോദരൻ ഹസന്റെ 3 മക്കളും അലിയുടെ മറ്റു പേരക്കുട്ടികളും ഉൾപ്പെടുന്നു. പ്രവാചകന്റെ കുടുംബത്തിലെ പലരും ഇതിൽ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ കൂട്ടക്കൊലകൾ ഒന്നായി എണ്ണപ്പെടുന്നതാണ് ഈ കർബല യുദ്ധം. ഇതോടെ ഇസ്ലാം സുന്നി ഷിയ എന്നീ 2 വിഭാഗങ്ങളായി പിരിഞ്ഞു. അങ്ങനെ പ്രവാചകന്റെ പിന്തുടർച്ച എന്ന തർക്കത്തിൽ തുടങ്ങി അലിയുടെയും ഹുസൈന്റെയും കൊലപാതകത്തോടെ ഷിയാത്ത് അലി, അലിയുടെ പാർട്ടി ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി തുടങ്ങി ക്രമേണ അത് ഇസ്ലാമിലെ ഒരു ശാഖയായി രൂപാന്തരപ്പെടുന്നു. അവരാണ് ഷിയ വിഭാഗം. അവർ പ്രവാചകന്റെ സന്തതി പരമ്പരകൾ അഹൽ അൽബൈത്തിനെ യഥാർത്ഥ പിൻഗാമികളായി ആദരിക്കുന്നു. പ്രാർത്ഥനയ്ക്കിടെ അലിയുടെ രക്തസാക്ഷിത്വം, ഹുസൈന്റെയും കൂട്ടരുടെയും കൂട്ടക്കൊല എന്നിവ പ്രവാചകന്റെ കുടുംബത്തോടുള്ള അനീതിയായി ഷിയ മുസ്ലിങ്ങൾ കണക്കാക്കുന്നു. മുസ്ലിം കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം ഷിയ വിഭാഗത്തിന്റെ വാർഷിക ദുഃഖാചരണമാണ്. മുഹറം 10-ാം തീയതി അറിയപ്പെടുന്നത് അഷുറ, കർബല യുദ്ധത്തിന്റെ ദിവസം എന്നാണ്. വിലാപ ചടങ്ങുകളിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമാണിത്. ദശലക്ഷക്കണക്കിന് ഷിയ മുസ്ലിങ്ങൾ അർബൈൻ സമയത്ത് കാൽനടയായി തീർത്ഥാടനം നടത്തി കർബലയിലെ ഹുസൈൻ പള്ളിയിൽ ഒത്തുചേരുന്നു. ദി പീപ്പിൾ ഓഫ് ദി സുന്ന അഥവാ അഹൽ ആ സുന്ന വൽ ജമ എന്നറിയപ്പെടുന്ന സുന്നി വിഭാഗം അഹൽ അൽബൈത്ത് എന്ന പ്രവാചകന്റെ സന്തതികളെ സുന്നി ദൈവശാസ്ത്രം ബഹുമാനിക്കുന്നുണ്ട് എങ്കിലും അവരായിരിക്കണം ഇസ്ലാം ഉമ്മ ഭരിക്കേണ്ടത് എന്ന വാദം അവർ അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൽ ഭൂരിപക്ഷമായി സുന്നി വിഭാഗം തുടരുന്നു. ലോകത്തിലെ പ്രധാന മതങ്ങളിലൊന്നായ ഇസ്ലാം ഷിയ, സുന്നി എന്നീ 2 വിഭാഗങ്ങളായി പിരിഞ്ഞ ആ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വേർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.